നമ്മളിപ്പോൾ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ലാലേട്ടൻ്റെ 2 പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊമോയിൽ വെച്ച് തന്നെ തുടങ്ങാം. അതായത് പ്രൊമോയിൽ പറയുന്നത് ലാലേട്ടൻ പറയുന്ന കാര്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞത് നല്ല വ്യക്തമായിട്ട് ചിന്തിച്ച് നന്നായിട്ട് കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കുക, വാഴകൾക്ക് വോട്ട് കൊടുക്കരുത്. എൻ്റെ ഒരു കൺസിഡറേഷനിൽ ഈ ഒരു സീസണിൽ ഇപ്പോൾ ആര്യൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ആര്യൻ നോമിനേഷനിലും ഉണ്ട്. അപ്പോൾ വോട്ട് കൊടുക്കുമ്പോൾ അത് ചിന്തിക്കുക. നെവിൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു വാഴയായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഈ ഒരു 2 ദിവസമായിട്ട് നെവിൻ നല്ല അടിപൊളിയാണ്. അതും വളരെ ഒരു ഗുഡ് സോളാണ്. ശരിക്കും പറഞ്ഞാൽ ആരെയും ഹേർട്ട് ചെയ്യാതെ അവിടെ ഗെയിം കളിക്കണം. പുള്ളിക്കാരന് ആകെ കൂടിയുള്ളൊരു ആഗ്രഹം സ്റ്റൈലായിട്ട് ആളുടെ ഒരു ഡ്രസ്സ് ധരിക്കണം എന്നുള്ളതാണ്. അതും വളരെ നൈസായിട്ട് അത് നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പം മത്സരിച്ച് തന്നെയാണ് നേടിയെടുത്തത്. കട്ടെടുത്തെങ്കിലും അതൊന്നും നടന്നില്ല. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ശാരികയൊക്കെ ആണെങ്കിലും ശാരിക ശരിക്കും ബിഗ് ബോസിനകത്ത് വന്നിട്ട് നമ്മുടെ പഴയ ഹോട്ട് സീറ്റ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് വലിയൊരു കോണ്ടന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എല്ലാ പ്രശ്നങ്ങളിലും ആൾ ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട്. പിന്നെ രേണുസുധിയുടെ കേസിൽ രേണുസുധിക്ക് ഒന്നും പുതുതായിട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു കാര്യത്തിൽ ആക്റ്റീവായിട്ട് ഇടപെടുന്നതോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ രേണുസുധി അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരെന്താണ് പ്രശ്നം, അവിടെ എന്താണെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ ആക്റ്റീവായിട്ടൊരു സംസാരം പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ അക്ബർ അങ്ങോട്ട് കൊണ്ടുപോയി ഒരു അടിയിട്ട് കൊടുത്തപ്പോഴത്തേക്കും അതിൽ പിടിച്ച് രേണുസുധി തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ആ സെപ്റ്റിക് ടാങ്കിന്റെ ഒരു കേസാണ്. അപ്പോൾ ആ കേസിൽ അക്ബർ സോറി പറയാൻ വന്നപ്പോഴും അവിടെ പിന്നീടൊരു സംസാരം രേണുസുധി ഉണ്ടാക്കിയപ്പോഴും വിധവകളെയും സ്ത്രീകളെയും അമ്മമാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് രേണു സംസാരിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ ബെസ്റ്റായി തോന്നിയത് അനുമോളാണ്, അനുക്കുട്ടി. എനിക്ക് ഈ സീസണിൽ 2 സ്ത്രീകളാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കുന്നതായിട്ട് തോന്നുന്നത്. ഒന്ന് അനുമോളും പിന്നൊന്ന് ബിന്നിയുമാണ്. അപ്പോൾ അനുമോള് രേണുവിനോട് പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ വിധവകളെയോ സ്ത്രീകളെയോ അമ്മമാരെയോ ഒന്നും പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞത് ചേച്ചിയെ മാത്രമാണ്. അപ്പൊ ചേച്ചിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് അനുമോള് പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ ബിഗ് ബോസ് വീടിനകത്ത് ഇങ്ങനൊരു സംസാരം നടന്നതിന്റെ പേരിൽ ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മൊത്തം അക്ബർ അപമാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും ശരി, ഇതൊക്കെയാണ് ബിഗ് ബോസിന്റെ ഒരു രീതി, ബിഗ് ബോസിന്റെ ഒരു അവസ്ഥയൊക്കെ വന്നേക്കുന്നത്. ഇനി ലാലേട്ടൻ പറഞ്ഞ 2ാമത്തെ ഒരു പ്രൊമോയ്ക്കകത്തുള്ള ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന ഓരോ മത്സരാർത്ഥികളും 7ന്റെ പണിയെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ ക്ലിപ്പുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കാണുമ്പോഴും ലാലേട്ടൻ പറയുന്നുണ്ട് ഈ 7ന്റെ പണി കേൾക്കുമ്പോൾ ഇവരൊക്കെ എന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഏതായാലും ശരി, ബിഗ് ബോസ് അതായത് നമ്മുടെ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്, 4ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. 5 എപ്പിസോഡുകളായിട്ടുണ്ട്, ഒരാഴ്ചയിലേക്ക് എത്താൻ പോകുന്നു. ഞായറാഴ്ച ലാലേട്ടൻ വരുമ്പോൾ ഇന്ന് ഈ ആഴ്ച നടന്ന ഒരുപാട് സംഭവങ്ങളിൽ ഏതൊക്കെ സംഭവങ്ങൾ സംസാരിക്കും എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മുടെ ഈ ഒരു 4th ഡേയിൽ രാവിലെ തന്നെ നമ്മുടെ ശൈത്യയെ ബിന്നിയും അക്ബറും അതുപോലെ അപ്പാനി ശരത്തും കൂടെ തൂക്കിയെടുത്തുകൊണ്ട് പോയി ജസ്റ്റ് ആ ഒരു റെഡ് ലൈനിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ശൈത്യ എഴുന്നേറ്റു. ഷോക്കിംഗ് ആയിരുന്നു. ശൈത്യക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത്. പിന്നെ ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു പ്ലെയർ ആണ്. പക്ഷെ ഷാനവാസ് ശരിക്കും ചതിച്ചും പറ്റിച്ചും ഒക്കെ തന്നെയാണ്. അത് ഗെയിമിന്റെ ഒരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. ഷാനവാസ് ഒരു ചീറ്ററാണ് എന്നൊന്നും അല്ല പറയുന്നത്. ഷാനവാസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസിന്റെ ഒരു ഗുഡ് ക്വാളിറ്റി എന്താണെന്നറിയോ, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്, വേറെ ആരെയും കൂട്ടുപിടിക്കുന്നില്ല. അത് മാത്രമല്ല ഷാനവാസ് ഗെയിം കളിക്കുന്നുണ്ടെന്ന് അവിടെ ആരെയും തോന്നിപ്പിക്കുന്നില്ല. ഷാനവാസ് ജോളിയായിട്ട് ഭയങ്കര അടിച്ചു പൊളിച്ചു നിൽക്കുന്ന ഒരു ഫീലാണ്. ഈവൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അനീഷിന്റെ അടുത്തൊക്കെ തട്ടിക്കയറാതെ അനീഷിന്റെ പള്ളക്കൊക്കെ കൈ വെച്ചിട്ട് അനീഷിന്റെ കൂടെ നടക്കുന്നു, അനീഷിനെ ചിരിപ്പിക്കുന്നു, അനീഷിനെ ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ലി ആയിട്ട് അനീഷിനോട് ബിഹേവ് ചെയ്യുന്ന ഒരൊറ്റ വ്യക്തി ഞാൻ നോക്കിയാണെങ്കിൽ ഷാനവാസേ ഉള്ളൂ. ബാക്കി അപ്പാനി ശരത്തും അക്ബറും ഒക്കെ കടിച്ചു കീറാനാണ് ചെല്ലുന്നത്. പക്ഷേ നമ്മുടെ ഷാനവാസ് അങ്ങനെയല്ല. അവിടെയും അനീഷിന്റെ അടുത്ത് വരെ ഒരു ഗുഡ് പ്ലേ ആണ്. അതുപോലെ ഇന്ന് നെവിൻ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരുപാട് കോണ്ടന്റുകൾ തന്നിട്ടുണ്ട്. ഒരു ഫൺ ബോയ് ആണ്, ഒരു ഫൺ എന്റർടൈൻമെന്റ് ആണ്. ആ നെവിൻ്റെ അടുത്ത് പോലും ഷാനവാസ് ഭയങ്കര എൻഗേജിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഷാനവാസ് കൂടെയുള്ള 3, അതായത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ആ ഒരു ഗെയിമിന് 3 പേരെ, ജിസേല്, ബിൻസി, അതുപോലെ നമ്മുടെ ശൈത്യ, ഇവരെ 3 പേരെയും കൂടെ ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോഴും
ഈ ഷാനവാസ് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പാനിയും അക്ബറും കൂടെ ഈ 3 കൈക്കലാക്കിയിട്ടുണ്ട് എന്ന്. പിന്നെ നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പത്തെ ഒരു എപ്പിസോഡിനകത്ത് നമ്മൾ കണ്ടതാണ് ജിസേൽ ഷാനവാസുമായിട്ട് നല്ല ടൈപ്പ് ആകുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. അതായത് ജിസേലിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് മലയാളി ഓഡിയൻസിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് അവര് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടുന്നതാണ്, അപ്പം അവരിങ്ങനെ ചിന്തിക്കും, അപ്പം ഞാൻ ജിസേലിനെ രക്ഷിക്കാനാണ് നോക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ കൺവിൻസിങ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ജിസേല് കൺവിൻസിങ് ആകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഷാനവാസ് ഒരു പ്ലേ ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഗെയിമിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബർ, ഞാൻ ഷാനവാസിന്റെ ഒരു കാര്യം കൂടി പറയാം, പക്ഷെ അക്ബറിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അക്ബർ അപ്പാനിയുമായിട്ട് ചേർന്ന് അപ്പാനിയെയും പിന്നെ അതുപോലെ മറ്റേ നമ്മുടെ ആര്യനെയും അതിൻ്റെ കൂടെ ഷൈത്യ, ബിൻസി ഇവരെയും ഒക്കെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അക്ബർ ഫോക്കസ് ചെയ്യുന്ന 1-2 പേരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ബിന്നി അക്ബറിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ബിന്നിയെ കുറിച്ച് അക്ബറിന് അറിയാം. ബിന്നി ഭയങ്കര നല്ല സ്മാർട്ടായിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ബിന്നിയെ കൂടുതൽ ഇടയാനോ അടുക്കാനോ പാടില്ല എന്നുള്ളത് അക്ബറിന് അറിയാം. പിന്നെ അക്ബറിന് കിട്ടിയ ഒരു ടാസ്കിന്റെ ഒരു ബെനഫിറ്റിൽ ഷാനവാസിനെ ആ പുകഞ്ഞ കുള്ളി പുറത്തുനിന്നുള്ള ആ ഒരു ഇതിൽ നിന്നും ഷാനവാസിനെ രക്ഷിക്കുന്നുണ്ട്. ശരിക്കും അക്ബർ ഷാനവാസിനെ രക്ഷിക്കുന്നത് ഭയങ്കര ഷോക്കിംഗ് ആണ്. പക്ഷേ ബിൻസി എടുത്തും അതുപോലെ തന്നെ ഷൈത്യ എടുത്തും അക്ബർ പറയുന്ന ഒരു ന്യായമുണ്ട്. അതായത് നമ്മൾ എന്താണെങ്കിലും ഷാനവാസിനെ നമുക്ക് അകത്ത് മീൻസ് ആ ഒരു റെഡ് സോണിൽ കൊണ്ടുപോയി ഇടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അവിടെ കിടക്കുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അയാളെ അകത്താക്കിയത് എൻ്റെ ഔദാര്യമാണെന്ന് ഷാനവാസിന് തോന്നണം എന്നാണ് പറഞ്ഞത്. ഇതിന് തൊട്ട് മുമ്പ് മറ്റൊരു സംഭവം ഷാനവാസ് പറയുന്നത് ഷാനവാസ് ഉറങ്ങിയത് കണക്ക് അഭിനയിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമോ കള്ളമോ, ഷാനവാസ് അത് കള്ളം പറഞ്ഞാണോ എന്നൊന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. അത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് ലാലേട്ടൻ വരുമ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അങ്ങേയറ്റം ക്രൂവലായിപ്പോയി ഇത് ഉറങ്ങിയത് അഭിനയിച്ചതാണ് എന്ന് പറഞ്ഞത് അത് സത്യമാണെങ്കിൽ. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആദ്യത്തെ ദിവസം ജിസേല് ഒരു കുഞ്ഞു കൊച്ചിനെ നോക്കുന്ന കണക്കാണ് ജിസേലും ഷൈത്യയും ഒക്കെ ഇവരെ നോക്കിക്കൊണ്ടിരുന്നത്. ഷാനവാസിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ, അയ്യോ എണീക്ക് തട്ടി വിളിച്ച്. അതുപോലെ അനീഷ് വന്ന ആ ഒരു വെളുപ്പിനെ അനീഷ് വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഷാനവാസ് ഉറങ്ങിയത് കണക്ക് അഭിനയിച്ചതാണെന്ന്. ഏതായാലും ശരി, ഷാനവാസിന്റെ നല്ലൊരു ഗെയിമാണ് കേട്ടോ. അവിടെ ഉള്ളതിൽ വെച്ച് നല്ല സ്മാർട്ടായിട്ടും അതുപോലെ തന്നെ ക്ലബറായിട്ടും കളിക്കുന്നത് ഷാനവാസാണ്. ഷാനവാസ് ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഷാനവാസ് കഴിഞ്ഞിട്ടേ അക്ബറിന്റെ ഗെയിം വരുന്നുള്ളൂ. ഷാനവാസ് കഴിഞ്ഞാൽ അക്ബറാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കുന്നത്. അക്ബർ പിന്നെ ഈ പറയുന്നത് കോൺഷ്യസ് ആവുന്നില്ല. അതായത് അവരൊക്കെ എന്നെ എന്ത് പറയും, പുറത്തുള്ളവർ എന്നെ എന്ത് പറയും, ഇതൊന്നും അക്ബർ മൈൻഡേ അല്ല. അക്ബർ എല്ലാവരുടെ ആക്റ്റീവുമാണ്. ആക്റ്റീവ് അല്ലാത്തവരെ വിളിച്ച് ആക്റ്റീവ് ആക്കുന്നുമുണ്ട്. പക്ഷേ അപ്പാനി ശരത്തിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പാനി ശരത്ത് ഒരു കോണ്ടന്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എല്ലാവരുടെ തട്ടിക്കയറും, എല്ലാവരുടെ വഴക്കടിക്കും, തമാശയൊന്നുമില്ല, അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്ന് ഒന്നുമില്ല. എപ്പോഴും ഗെയിമിന്റെ പ്ലാനിനെ കുറിച്ച് സംസാരിക്കുക, എപ്പോഴും വഴക്കടിക്കാൻ പോവുക, ഇതേ ഉള്ളൂ. അഭി ഇതുപോലെ ആയിരുന്നു ആദ്യം, പക്ഷെ ഇപ്പൊ അഭി ഒന്നിനും പോവാറില്ല. പിന്നെ നെവിൻ നല്ലൊരു ഗെയിം പ്ലെയർ ആണ്. പക്ഷെ അത് നമ്മുടെ പുറത്തെ ഓഡിയൻസ് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഒരു ബെസ്റ്റ് എന്റർടൈനർ ആണ്. കാരണം ബിഗ് ബോസിനോട് പോലും ഭയങ്കര കൊഞ്ചി ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ പേര് പറയുമായിരിക്കും നെവിൻ എന്തൊരു ഡ്രാമയാണ്. ബിഗ് ബോസിനകത്ത് ഇപ്പം മറ്റ് മത്സരാർത്ഥികൾ അത് പറയുന്നുണ്ട്. പക്ഷേ നെവിൻ ഡ്രാമയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പം കഴിഞ്ഞ സീസണിലെ റിയാസിനെ വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ റിയാസിനെ പോലെയാണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കല്ല. പക്ഷെ ഒരു ബിഹേവിയർ, ഒരു മാനറിസം എന്ന് പറയുന്നത് റിയാസിനെ പോലെ തന്നെ നെവിനുമുണ്ട്. നെവിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നെവിൻ അത് വളരെ നൈസായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചാന്തുപൊട്ടല്ല, പകരം എനിക്ക് കുറച്ച് സ്ത്രൈണത കൂടുതലാണ്, ഞാൻ കുറച്ച് വിസിബിളാണ്. അതിൽ നെവിൻ വളരെ നന്നായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് തന്നെയാണ്. ഒരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്. ഞാൻ കുറച്ച് ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നോക്കാറുണ്ട്, ഹീൽഡ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യാറുണ്ട്, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്, നോ പ്രോബ്ലം. അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമൂഹം വരണം എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഒരു ഗേ അല്ല, അദ്ദേഹം ഒരു ട്രാൻസ് വുമൺ അല്ല, ഒന്നുമല്ല. അതൊരു നെവിൻ ഒരു ബോയ് ആണ്. പക്ഷേ സ്ത്രൈണതയായിട്ടുള്ള രീതി വിസിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ്റെ ബാഡ്ജ് അത് കട്ടെടുത്ത് വെച്ചിരുന്നു. വളരെ ഫണ്ണായിട്ട് അതൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ ചലഞ്ച് ചെയ്ത് ജിസേലിൽ നിന്ന് അത് നേടിയെടുത്തതിന് ശേഷം
ശരിക്കും പറഞ്ഞാൽ അത് അക്ബർ മോഷ്ടിച്ചുകൊണ്ട് പോയി. അത് നേടിയെടുത്തതിന് ശേഷം അത് അക്ബറിന്റെ കയ്യിൽ പോയി, അത് നെവിന്റെ കയ്യിലില്ല. പക്ഷെ നെവിന് ആ ഒരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നെവിൻ ജിസേലിനോട് അപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ആഗ്രഹമില്ലേ, ഞാൻ എന്തുവാ കുറേ ദിവസമായി വന്നോട്ട് ഞാൻ ഇങ്ങനെ നടക്കുക, ഞാൻ എൻ്റെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇടാൻ, ആ ഒരു തരത്തിൽ ഇങ്ങനെ ജിസേലിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അങ്ങ് തിരിച്ചു തരാം, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, ഞാൻ ഞാൻ തിരിച്ചു തരും, എടുത്തോ, കുറച്ചെങ്കിലും ഞാൻ ഒന്ന് ഇട്ടോട്ടെ നല്ല ഡ്രസ്സ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവൻ അതിനുശേഷം മേക്കപ്പ് റൂമിൽ ലൈറ്റ് ഒന്നും കത്താത്ത ഒരു സീൻ വരുന്നുണ്ട്. അപ്പോൾ മറ്റേ നമ്മുടെ അനീഷ് ക്യാപ്റ്റനോട് പറഞ്ഞ, അനീഷ് ചേട്ടാ നിങ്ങളൊന്നും പറയുന്നുണ്ടോ, എന്ന് പറഞ്ഞിട്ട് അനീഷിനെ ഇട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അനീഷ് പിന്നെ അറിയാലോ എന്താ ചെയ്യാൻ പോകുന്നത്, മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും 10 വട്ടം നടക്കും. അപ്പോൾ തൊട്ടടുത്ത് ഷാനവാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഷാനവാസ് നെവിന്റെ കൂടെയും അനീഷിന്റെ കൂടെയും ഒക്കെ നല്ല ജോളി ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഭയങ്കര ഹീറോ ആകാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ബിഗ് ബോസിലൊരു ക്യാരക്ടർ തന്നെയാണ് ഷാനവാസ്. അപ്പം നെവിനും ഷാനവാസും കൂടെ നിൽക്കുമ്പോൾ ബിഗ് ബോസിനെ നോക്കി പേടിപ്പിച്ചിട്ട് ബിഗ് ബോസിനോട് പിണങ്ങുന്നത് ഒരു കൊച്ചുകുട്ടി പെരുമാറുന്ന ഒരു ലെവലിലാണ്. പക്ഷെ പുള്ളിക്കാരൻ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് കൊച്ചുകുട്ടിയായിട്ടല്ല കേട്ടോ. നമ്മുടെ ജിസേലിനോടൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, റൊമാൻറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, പാട്ട് പാടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജിസേലിനോട് ചലഞ്ച് ചെയ്ത് പറയുന്നുണ്ട്, ഒരു മല്ലു ഗൈയെ ഇതിനകത്ത് നിന്ന് നിങ്ങൾ പ്രേമിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ നല്ല ബോധമുള്ള ഒരു വ്യക്തിയാണ്. സ്ലൈറ്റ്ലി കുറച്ച് മാനറിസംസ്, അത് കുറച്ച് ഫൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആളങ്ങനെയാണ്, പക്ഷെ നല്ല ബോധമുള്ള വ്യക്തിയാണ്, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ആ ഒരു ഏജിൽ ഒരു വലിയ ഫാഷൻ കോറിയോഗ്രാഫറും അതുപോലെ തന്നെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസറും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത്. സോ അയാളൊരു വെറും ചീള് കേസാണ് എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. 100% ഹീസ് എ പെർഫെക്റ്റ് മാൻ. അപ്പോൾ ഈ നെക്സ്റ്റ് അടുത്ത ഗെയിം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സീസണിൽ സ്ത്രീകളിൽ ഇപ്പം വരെയുള്ള എപ്പിസോഡിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് അനുമോളിനെയാണ്. അനുമോള് വളരെ വിസിബിളായിട്ട് അപ്പാനീനെയൊക്കെ എടുത്ത് നല്ല തുടച്ച് നന്നായിട്ട് പറയുന്നുണ്ട്, ഗ്രൂപ്പിസം കളിക്കുന്നു, നിങ്ങളാണ് ഗ്രൂപ്പ് അഡ്മിൻ എന്നൊക്കെ തിരിച്ച് ഇതേ കൗണ്ടറൊക്കെ അനുമോൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ രേണു സുധി എടുത്ത് സംസാരിക്കുന്നതാണെങ്കിലും രേണു സുധി എടുത്ത് ശരിക്കും പറഞ്ഞാൽ അനുമോള് പുറത്ത് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അനുമോൾ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല, ഈ പറഞ്ഞ വ്ളോഗേഴ്സ്മാരും പിന്നെ ക്യാമറയും തൂക്കിക്കൊണ്ട് നടക്കുന്ന കുറേ പേരും ഒക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രേണുസുധി ഇന്ന് മറ്റേ അക്ബറിൻ്റെ ഒക്കെ ഒരു വിഷയത്തിൽ അതിനൊക്കെ ശേഷം രേണുസുധി ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളെ ബിൻസിയും അനുമോളും ഇരിക്കുമ്പോൾ രേണുസുധി പറയുന്നുണ്ട്, വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നു എന്നൊക്കെ. ശരിക്കും രേണുസുധിയുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ബിഗ് ബോസിൽ വന്നപ്പോൾ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. രേണുസുധിക്ക് ഇനി ബിഗ് ബോസിൽ നിന്ന് ഒന്നും പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്, ആളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, രേണുസുധി പുറത്ത് ഇപ്പോൾ പബ്ലിക്കായിട്ട് വന്നേക്കുന്ന ആ ഒരു വീഡിയോ ഇല്ലേ, അതിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു വീഡിയോ എന്തായാലും എടുത്ത് വെക്കരുതായിരുന്നു. കാരണം അത് ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നതിന് ശേഷം നമ്മളെല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാർ തന്നെ ആദ്യ ആഴ്ചയിൽ ഞാൻ എലിമിനേഷനിൽ വന്നിരിക്കുകയാണ്, അത് ഓൾറെഡി എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആണ്. ഓഫ് കോഴ്സ് ആണ്, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇപ്പോൾ പുറത്ത് വന്നിട്ട് വീഡിയോ എടുത്തതാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരി ഒന്നും കളിക്കുന്നില്ലടോ, അതുകൊണ്ടാണ്. ഇപ്പം രേണുസുധി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു കമൻസ് ഒക്കെ വായിക്കുമ്പോൾ രേണുസുധിയോടാണ് എല്ലാവർക്കും സപ്പോർട്ട് ഉള്ളത്. ബട്ട് 100% ഷുവറായിട്ട് ഞാൻ പറയാം, ഈ സീസണിൽ കളിച്ചില്ലെങ്കിൽ നല്ല തട്ട് കിട്ടും. പിന്നെ അതുപോലെ ഗെയിമിലൊക്കെ ആണെങ്കിലും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്ക്, ഈ ഗെയിമിനകത്ത് നമ്മുടെ റെന ഫാത്തിമ എന്ത് കിതച്ചാണ് ഓരോന്ന് ഒപ്പിച്ചെടുക്കുന്നത്. ആ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഒന്നും ഈ പറഞ്ഞ രേണുസുധിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അതൊരു എന്താ പറയുക, കുറ്റപ്പെടുത്തലല്ല, അല്ലെങ്കിൽ എനിക്കെന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നവരോട് ഞാൻ പറയുന്നത് എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു, ഞാൻ റിവ്യൂ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് പറയാം, അവർ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അവർ നന്നായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ്. അവർ ബിഗ് ബോസിന് പുറത്ത് നന്നായിട്ട് കോണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അതേപോലെ ഇവിടെ വന്നിട്ട് അത് ചെയ്യണം. അല്ലാതെ ഇവിടെ വെറുതെ 100 ദിവസം ആരും നിർത്തത്തില്ല. ഇപ്പൊ കിട്ടുന്ന വോട്ടെന്ന് പറയുന്നത് അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് പറയാൻ പറ്റും, എന്തായാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേര് പുറത്തുണ്ടെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് ബിഗ് ബോസിനകത്ത് ഇപ്പം മുൻഷിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാരണം ഒരു വക അവർ കളിക്കുന്നില്ല. മുൻഷി നല്ലൊരു വ്യക്തിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഒനിയിൽ 100% നല്ലൊരു മനുഷ്യനാണ് ഒനിയിൽ. പക്ഷെ ബിഗ് ബോസ് ഹൗസിന് 100% നല്ലൊരു മനുഷ്യന് വേണ്ടടേ.
അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ റെന ഫാത്തിമയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല റെന ഫാത്തിമ അത്ര അടിപൊളിയാണെന്ന്. ഒരു പക്ഷേ ആൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും, നല്ല വ്യൂ പോയിന്റ് ഉണ്ട്, നല്ല ബുദ്ധിയുള്ളൊരു കുട്ടിയാണ്, നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട്, പറയാൻ പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ ആളുടെ ശബ്ദം പുറത്തോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ ആൾ കുറച്ച് ലോ വോയിസ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത്ര ആക്റ്റീവാണ് റെന ഫാത്തിമ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആദില ആൻഡ് നൂറ നന്നായിട്ട് സംസാരിക്കാറുണ്ട്. ആദില സംസാരിക്കുന്നതെല്ലാം ഒരു കുറച്ച് പെൺകുട്ടികൾ കൂടിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നെക്സ്റ്റ് കുറേ ടാസ്കുകൾ, അതായത് നമ്മുടെ ഈ വീക്ക്ലി ടാസ്കിൻ്റെ ഒരു അവസാനമൊക്കെ ഇന്നായിരുന്നു ഉണ്ടായത്. അവിടെ ഏറ്റവും കൂടുതൽ ആ കല്ല് കളക്ട് ചെയ്യുന്നതൊക്കെ അക്ബറാണ്. അതുമാത്രമല്ല ഷാനവാസ്, ആര്യൻ, റെന, ബിന്നി ഇവരൊക്കെ നന്നായിട്ട് ആ ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ സീസണിൽ വന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്. 1-2 പേര് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളി പാർട്ടിസിപ്പൻസ് ആണ്. അതുപോലെ തന്നെ ഈ സീസണിൽ ചെറിയ ഗെയിമുകളൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. എന്തായാലും ശരി, ലാലേട്ടൻ ഇന്നത്തെ പ്രൊമോകളിൽ ലാലേട്ടൻ പറയുന്നത് പോലെ അവർക്കത് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അതുപോലെ രേണുവിൻ്റെ കേസിൽ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ പറയില്ല കേട്ടോ. ജസ്റ്റ് തംബ്നെയിലിൽ അങ്ങനെയൊക്കെ എഴുതാനോ അല്ലെങ്കിൽ തംബ്നെയിലിൽ അങ്ങനെ എഴുതുന്നത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യരുത്. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷേ രേണു സുധിയൊക്കെ ആ പുറത്ത് കാണിച്ചിട്ട് വന്ന സംഭവം ഉണ്ടല്ലോ, അതേപോലെ ബിഗ് ബോസിനകത്ത് പെരുമാറാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഷാനവാസ് അകത്തായിട്ടുണ്ട്. ഇപ്പം പുറത്ത് കിടക്കുന്നത്, രാത്രി ഇപ്പോൾ പുറത്ത് കിടക്കുന്നത് ഒന്ന് മുൻഷിയാണ്. മുൻഷിയെ പുറത്ത് കിടത്താൻ ഉദ്ദേശിച്ച റീസൺ എന്ന് പറയുന്നത് മുൻഷിക്ക് ഇവരെല്ലാവരും കട്ടിൽ കൊടുക്കും, മുൻഷി കട്ടിലിൽ കിടക്കും, ബാക്കി പെണ്ണുങ്ങളെല്ലാം എന്തായാലും താഴെ കിടക്കത്തോളൂ എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റി. മുൻഷി ഉടനീളം കസേരയ്ക്കകത്ത് നല്ല നല്ല വ്യക്തമായിട്ട് അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. പിന്നെ കട്ടിലിൽ കിടന്നത് ജിസേലാണ്. പക്ഷെ ജിസേലിനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ജിസേൽ അടിച്ച പണി 18 നോക്കുന്നുണ്ട്. ജിസേൽ മാക്സിമം പെർഫോമൻസ് ആണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബിൻസിയും അതുപോലെ ഷൈത്തയും 2 പേരും, ഇനി ഷൈത്തയ്ക്ക് എന്തായാലും പണി കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്തായാലും ശ്രദ്ധിച്ചിരിക്കത്തോള്. പിന്നെ ജിസേലിന്റെ കാര്യത്തിൽ ഒരു കേസ് കൂടി പറയുകയാണെങ്കിൽ, ജിസേൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് പറയുന്ന നിയമങ്ങൾ ലംഘിക്കുന്നുണ്ട്. ജിസേൽ ഇപ്പോഴും ആ ഒരു ഡ്രസ്സ്, ഇപ്പം നല്ല ഡ്രസ്സാണ് ജിസേലിന് ബിഗ് ബോസ് കൊടുത്തത് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്, കയ്യിലൊരു ബാൻഡ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജിസേൽ ഈ ഒരു തരത്തിൽ ജിസേൽ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അതർവൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുമോള്, ബിന്നി, ജിസേൽ ഇതൊക്കെ നല്ല പ്ലെയേഴ്സാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത്. വലിയ വലിയ വഴക്കുകളല്ലായിരുന്നു, പക്ഷെ ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വഴക്കുകളാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിനകത്ത് ഞാൻ കുറച്ച് വ്യക്തികളെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. വളരെ ഹെൽത്തി ആയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഈ പറയുന്ന ചാനൽ അത്ര പോപ്പുലർ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു കുടുംബമാണ്. സീരിയൽ ഗ്രാൻഡ്മ എന്ന് പറയുന്നതിൻ്റെ പേരും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്കും ഞാൻ റിവീൽ ചെയ്യാം. ഇതൊരു പ്രോഗ്രാം ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ്. ഇതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വരിക, എല്ലാ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.